ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വയനാട് മുണ്ടക്കൈയിലുണ്ടായ ആ ഒരു ദുരന്തമാണ്. അത്രയും ആഴത്തിൽ അഗാധത്തിൽ പതിഞ്ഞ ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ എടുത്ത, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉറ്റവരും ഉടയവരും നഷ്ടമാക്കിയ ഏറ്റവും വലിയൊരു മഹാദുരന്തം എന്ന് തന്നെ, ഒരു ദേശീയ ദുരന്തം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ ദുരന്തത്തിൻ്റെ ഇടയിലും ദുരന്തങ്ങളാകുന്ന ചില മനുഷ്യരെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതി ഇല്ലാതിരിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കരുതുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ഒരു പുണ്യത്തെ എതിർക്കാൻ നിൽക്കുന്ന മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നത്. അതായത് വൈറ്റ് ഗാർഡ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അതായത് കോഴിക്കോട് നിന്നുള്ളവരാണ്, നാദാപുരം ആ പ്രദേശത്ത് നിന്നിട്ടുള്ള ആൾക്കാരാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ പ്രവർത്തകരാണ് ഈ പറയുന്ന വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്നത്. അവർ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയം മുതലേ അവിടെ, അതായത് നമ്മുടെ ഈ മുണ്ടക്കൈ പോലുള്ള പ്രദേശത്ത് അതിൻ്റെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലായിട്ട് ആർക്കൊക്കെയാണോ സന്നദ്ധ പ്രവർത്തകരായിട്ട് നിൽക്കുന്നവർക്കെല്ലാം രാവിലെ മുതൽ അവരെപ്പോഴാണോ സന്നദ്ധ പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത് ആ സമയം വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരാണ് നമ്മുടെ വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ആ മനുഷ്യരടുത്ത് കഴിഞ്ഞ ദിവസം അവരവിടെ തടയുകയും പിന്നീട് പഞ്ചായത്ത് മെമ്പറൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് അവരെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് കടത്തിവിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് കൺട്രോൾ റൂമിൽ എത്തിക്കുക. അവർ പറഞ്ഞ കാര്യമാണ്, റിപ്പോർട്ടറുമായിട്ട് ആ മീഡിയയായിട്ട് അവർ സംസാരിച്ച കാര്യമാണ്, അവർക്ക് ഏറെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതായത് പോലീസ് അവരോട് പറഞ്ഞത്, ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസ് ഉണ്ട്, റവന്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളെ കൊണ്ട് ഒരു ചുക്ക് ഇവിടെ നടക്കാനില്ല, ഒരു പുല്ലു വിലയും ഇതിനില്ല എന്നുള്ള രീതിക്ക് അത്രയും തരം താഴ്ത്തി അവരോട് സംസാരിക്കുക മാത്രമല്ല, അവർ പറഞ്ഞെന്ന് ഈ ആൾക്കാർ തന്നെ വൈറ്റ് ഗാർഡ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തലകുനിച്ചു പോകും. അതായത് പറഞ്ഞിട്ടുള്ളത്, അവിടെ ഇപ്പം പ്രവൃത്തി ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരൊന്നും അല്ല, ആ മേഖലയിൽ ഇപ്പോൾ പണിയെടുക്കുന്നത് JCBകൾ മാത്രമാണ്, ബാക്കിയുള്ള ആൾക്കാർ ചുമ്മാതെ വടിയും പിടിച്ച് കുത്തി ഓരോ സ്ഥലങ്ങൾ നോക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. അപ്പം കാര്യം നടക്കുവോളം ഈ പറയുന്ന നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്നത് ആരുടെ രീതിയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രക്ഷാപ്രവർത്തകർ ഒരു തരത്തിലും JCBക്കോ മറ്റ് പല കാര്യങ്ങൾക്കോ ഒരു വാഹനത്തിനും അത്തരത്തിലുള്ള പ്രദേശത്ത് ചെന്നെത്താൻ കഴിയാത്ത, അത്രയും സ്വന്തം ജീവൻ പോലും റിസ്കിലാക്കിക്കൊണ്ട് നടന്ന ആ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ സൈന്യമുണ്ട്, പക്ഷെ ആദ്യം മുൻകൈ എടുത്തത് ഈ ആൾക്കാർ തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് അവർ ആട്ടി ഓടിക്കേണ്ട ഒരു കാര്യത്തിനും ഈ പോലീസോ ബാക്കി ആരും നിന്നില്ല. കാരണം അവിടെ രക്ഷാപ്രവർത്തനം അത്യന്താപേക്ഷിതമായിരുന്നു. ജനങ്ങളെ എടുക്കുക, ഈ പറയുന്ന ജനങ്ങളുടെ ശവശരീരങ്ങൾ എടുക്കുക, അവിടെ ഈ ചിന്നിച്ചിതറി കിടക്കുന്ന ആ മാംസ ശരീരങ്ങൾ ശേഖരിക്കുക, അതിനൊക്കെ ഈ പാവങ്ങളെ കൃത്യമായിട്ട് വേണമായിരുന്നു എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർക്കെതിരായിട്ട് ആരും തന്നെ നിന്നിട്ടില്ല, അവരെ ആരും തള്ളി പറയുകയും ചെയ്തിരുന്നു. ഇപ്പം JCBയും ബാക്കി കാര്യങ്ങളും എന്തുകൊണ്ട് വന്നു നമുക്കറിയാം. സൈന്യം വന്നു, ബൈലി പാലം നിർമ്മിച്ചു, അതിനുശേഷമാണ് അവിടുത്തെ ആ ഗതാഗതമൊക്കെ കൃത്യമായിട്ട് നടന്നു തുടങ്ങിയത്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നതിന് ശേഷമാണ് അവിടെ ഈ പറയുന്ന കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലേക്കും വാഹനയോഗ്യമാക്കി, അല്ലെങ്കിൽ പോയി ആൾക്കാരെ എത്തിക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുമായിട്ടൊക്കെ കഴിഞ്ഞത്. അതുവരെ ഈ പാവ സന്നദ്ധ പ്രവർത്തകർ ഒന്ന് ആലോചിക്കുക, സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാത്തിനും സന്നദ്ധമായി ഇരിക്കുന്നു എന്ന് വെച്ചാൽ അവർക്കും കുടുംബവും വയറും എല്ലാം ഉണ്ട്, അവർക്ക് വിശപ്പും അവരുടെ നിത്യമുള്ള കർമ്മങ്ങളും പ്രഭാത കർമ്മങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പരിപാലിക്കേണ്ട, അല്ലെങ്കിൽ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഇത്രയും റിസ്ക് എടുത്ത് അവർ നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കേണ്ടത് ഭരണാധികാരികൾ തന്നെയാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ പാലിപ്പിക്കപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത്രയും നാൾ അവിടെ ക്ലീൻ ആക്കി ബാക്കി എല്ലാം മനുഷ്യ ശരീരങ്ങളെല്ലാം എടുക്കുകയും ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും എല്ലാം ചെയ്തതിൽ ഇവർ നിന്നാണ്. നമ്മൾ പലപ്പോഴും കണ്ട് തൊളിയിൽ അമർന്ന് മുട്ടോളം പോകുന്ന ആൾക്കാരെ വരെ പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാർ പോലും മണ്ണിൽ പൂണ്ടുപോണ പല സാഹചര്യങ്ങളും അവരെയൊക്കെ വലിച്ചെടുക്കുന്ന നമ്മൾ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രയും റിസ്ക് എടുത്ത് ഇനിയും എന്തെങ്കിലും ഉണ്ടായാൽ പോലും കുഴപ്പമില്ല, മഴയത്ത് പോലും അവിടെ ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം 3 നേരം ഒരു രീതിക്കും ഇല്ലാതെ കൊടുത്തുകൊണ്ടിരുന്ന ആ മനുഷ്യരെ ആട്ടിപ്പാച്ചിട്ട് ഇപ്പം വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ 11:30 അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം ആയാൽ പോലും ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഇതുവരെ അവിടെ കൊണ്ടെത്തിച്ചിട്ടില്ല. അപ്പം കൊടുത്തോണ്ട് വരുന്നവരെ ആട്ടിപ്പായ്ക്കുകയും ഞങ്ങളങ്ങ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ട് ഉള്ളവരുടെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സമയത്തെങ്കിലും ഈ പറയുന്ന ഞങ്ങളാണ് കേമന്മാരെ, ഞങ്ങളാണ് വലിയവരെന്ന് പറയാതെ ആരൊക്കെയാണോ ഇതിന് മുൻകൈ എടുത്ത് നിന്നത് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ കൂടിയായിരുന്നു. ഇവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കാനാണ് ആ വൈറ്റ് ഗാർഡ് ഇത്രയും നല്ലൊരു സത്പ്രവൃത്തി ചെയ്യുന്നത്. അവർക്കും ഉണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിനു വേണ്ടി ഞങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ച സാധനങ്ങളുണ്ട്, അതൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ
മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. അതായത് പിരിവെടുത്താണ് പല സാധനങ്ങളും വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് നിർത്താൻ പറഞ്ഞതെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെയൊക്കെ ഈ നമ്മുടെയൊക്കെ പ്രദേശത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പം ഏതൊക്കെ പാർട്ടിക്കാർ ഇറങ്ങി പിരിവ് നടത്തുന്നുള്ള കാര്യം. അപ്പം ഓരോ പാർട്ടി ഇറങ്ങുന്നുണ്ട്, പല ദേശങ്ങളിലായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ലേന്ന് അറിയത്തില്ല. അപ്പം ആ പ്രവർത്തനങ്ങളൊക്കെ നടത്താന്നുണ്ടെങ്കിൽ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരല്ലേ തീരുമാനിക്കേണ്ട അവർ കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. അപ്പം അതിനൊക്കെ എന്തിനാണ് എതിർത്ത് അവർ തന്നെ പറയുന്നു അങ്ങനെ പിരിവെടുന്ന് നടത്തിയിട്ടല്ല, ഞങ്ങൾ തന്നെയാണ് ഇത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വരൂപിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും ഇതിനെ ചുമ്മാതെ അല്ലെങ്കിൽ എതിർക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഇതുവരെ തന്ന സേവനങ്ങളൊക്കെ ഏറ്റവും സത്പ്രവർത്തികളാണെന്ന് പറഞ്ഞ് അവരെ സത്യത്തിൽ ഒരു പൊന്നാട അണിയിക്കേണ്ടുള്ള പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത്രയും പുണ്യ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരു നല്ല വാക്ക് പോലും പറയാതെ അവരുടെ ഈ പറയുന്ന കർണത്തടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഈ പറയുന്ന വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അപമാനിക്കുകയും സന്നദ്ധ പ്രവർത്തകരെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടി എത്തരത്തിലാണ് ന്യായീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓടിക്കൂടുന്ന പാവം ജനങ്ങളെയൊക്കെ ആവശ്യമുണ്ട്. സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള പേരിൽ നിൽക്കുന്ന ആ മനുഷ്യരെയൊക്കെ ആവശ്യമുണ്ട്. ആ പ്രവർത്തികളൊക്കെ കഴിഞ്ഞു തീർന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി കഴിയുമ്പോഴത്തേക്ക് അവരെ ഒരു തരത്തിലും ആവശ്യമില്ലാത്ത രീതി ഒന്ന് ആലോചിക്കുക. നമ്മൾ കണ്ടാണ് അവിടുത്തെ ജനങ്ങൾ, പിന്നെ ഈ പറയുന്ന ആർമി അല്ലെങ്കിൽ അവിടുത്തെ ബാക്കി ആയിട്ടുള്ള ആൾക്കാർ, ഫയർഫോഴ്സ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവരെല്ലാം നിന്ന് ഒരുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. അതിൽ ആര് കൂടുതൽ കുറവെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന സൈനികമായിട്ടുള്ള പിടിപാടും ബലവും ഒക്കെ ഈ പറയുന്ന ഇവർക്ക് ഉണ്ടായതുകൊണ്ട് അത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഇടപാട് കൊണ്ടൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ പറയുന്ന സാധാരണ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവനാണ് പണയം വെച്ചുകൊണ്ട് അവരവിടെ നിന്നത്. അവർക്കുണ്ട് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, വിശപ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നാടിന് വേണ്ടി ഒത്തുചേർന്ന ഈ മനുഷ്യരെ നാണം കെടുത്തുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പം ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവരോട് തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുകയാണ് ചെയ്യുള്ളത്. അതാണ് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന പാവം ജനങ്ങൾക്ക് ഇപ്പം JCB എത്തിച്ചു, ഹിറ്റാച്ചി എത്തിച്ചു, അവരാണ് ഇപ്പം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവർ കുഴിയും കുത്തി നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ഭാഷാരീതി അല്ലെങ്കിൽ ശൈലി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിനെയൊക്കെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പം അവർക്ക് ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരോട് മാപ്പ് പറയുക, പിന്നെ അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ പണപ്പിരിവ് നടത്തുന്നു, അത് നടത്തുന്നു. ഇപ്പം എവിടെ നോക്കിയാലും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇനി അവശേഷിക്കുന്നവർ എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 400-ലധികം വീടുകൾ ഒലിച്ചു പോയി എന്ന് പറയുന്നു. 30-ലധികം വീടുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നറിയാം. എത്ര പേര് മരണപ്പെട്ടു എന്ന് നമുക്കറിയാം. ഒരു കുടുംബത്തിലുള്ള നിരവധി പേര് തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കാണ് ധനസഹായം വേണ്ടത് അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടൽ ഇപ്പം തന്നെ നമുക്കറിയാം. ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഒരുപാട് മനുഷ്യരുകൾ, ഒരുപാട് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തിയിൽ ആർജിച്ചിട്ടുള്ള കുറേ സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ വ്യവസായികൾ, ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ചേർന്ന് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിക്ക് പോകാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യർ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ നേരെ കൈകോർത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതുവരെ കൂടെ നിന്ന ആൾക്കാരെ തള്ളി പറയാന്ന് പറയുന്നത് ഒരു രീതിക്കും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പം ഇത്തരം നടപടികൾ ഇനിയെങ്കിലും, അതും ഈ പറയുന്ന അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ നാടിനെ വല്ലാത്ത രീതിക്ക് ലജ്ജാകരമാക്കുന്ന തീർക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പം വൈറ്റ് ഗാർഡ്സ് എന്തായാലും ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മമാണ്. അത് മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അവരെ മാറ്റിക്കൊണ്ട് ഇവരെ പട്ടിണിയിലാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കുന്ന ഒരു കാര്യമാണെന്ന് സമ്മതിക്കാനേ പറ്റില്ല.